എല്ലാവർക്കും ഇഷ്ടമുള്ള ലോട്ടസ് ബിസ്കോഫ് ചീസ് കേക്കാണ് ഇന്നത്തെ റെസിപ്പി. അതിനാദ്യമേ ഞാൻ ലോട്ടസ് ബിസ്കോഫ് സ്പ്രെഡാണ് ഉണ്ടാക്കുന്നത്. ഇത് റെഡിമെയ്ഡായിട്ട് ബോട്ടിൽ വാങ്ങിക്കാൻ കിട്ടും. അറൗണ്ട് 600-700 ആണ്. പക്ഷെ നമുക്കത് ഈസി ആയിട്ട് ലോ കോസ്റ്റായിട്ട് വീട്ടിലുണ്ടാക്കാം. ഈ 5 ഇൻഗ്രീഡിയൻസ് മിക്സിയിലിട്ട് അടിച്ചാൽ മാത്രം മതി. ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ബെൽജിയത്തിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വന്നിരുന്ന ബിസ്ക്കറ്റിൻ്റെ ഒരു കിങ് ആയിട്ടിരുന്നിരുന്ന ഒരാളാണ് ലോട്ടസ് ബിസ്കോഫ് ബിസ്ക്കറ്റ്. വളരെ പ്രീമിയം ആയിരുന്നു. പക്ഷേ ഇപ്പം രാജസ്ഥാനിലൊക്കെ പ്രൊഡക്ഷൻ തുടങ്ങി. നമ്മുടെ കാഡ്ബറീസും ഓറിയോയുടെയും പേരൻറ്റ് കമ്പനിയായിട്ട് പാർട്ട്ണർഷിപ്പിലാണ് ഇപ്പോൾ ഇവിടെ ഇന്ത്യയിൽ വിൽക്കുന്നത്. ഇപ്പോൾ 10 രൂപ 30 രൂപ പാക്കറ്റിലെ ആൾ പക്ക ലോക്കലായി മാറിയിരിക്കുകയാണ്. നമുക്ക് വേണ്ട വേറൊരു ഇൻഗ്രീഡിയൻ്റായ ക്രീം ചീസ് ഒരു പ്രീമിയം പ്രോഡക്റ്റാണ്. അതും ഇതുപോലെ വീട്ടിൽ നമുക്ക് 5 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. റെഡിമെയ്ഡ് ക്രീം ചീസ് വാങ്ങിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിതിന് വേണ്ട മെയിനായിട്ടുള്ള 2 എക്സ്പെൻസീവ് ഇൻഗ്രീഡിയൻസ് ഹോം മെയ്ഡ് ആയിട്ട് ചെയ്തിട്ട് ഒരു ലോ കോസ്റ്റ് ഓപ്ഷനാണ് ചെയ്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഫസ്റ്റ് ലെയർ ഉണ്ടാക്കാം. നീവയാണ് ഇവിടെ അസംബിൾ ചെയ്യുന്നത്. 150 ഗ്രാം ബിസ്ക്കറ്റ് നന്നായിട്ട് പൊടിച്ച് അതിനുശേഷം മെൽറ്റഡ് ബട്ടർ അതിലേക്ക് ആഡ് ചെയ്യുവാണ്. ഒരു ഏകദേശം 65 ഗ്രാം ഉണ്ട്. ഞാനിപ്പോൾ വീഡിയോ എടുത്തപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യുന്ന പോലെയാണ് കാണിച്ചത്. പക്ഷേ സെപ്പറേറ്റ് ആയിട്ട് ബിസ്ക്കറ്റ് പൊടിച്ച ശേഷം ആഡ് ചെയ്യുന്നതാണ് എളുപ്പം പൊടിഞ്ഞ് കിട്ടാൻ നല്ലത്. ഇത് ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ഒരു ട്രേയിൽ ആഡ് ചെയ്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് ഒരു ലെയർ ആക്കണം. ഞാൻ ഈ ചീസ് കേക്ക് ഉണ്ടാക്കാനായിട്ട് 75 ഗ്രാമിൻ്റെ 5 പാക്കറ്റാണ് വാങ്ങിച്ചത്. 2 പാക്കറ്റ് ഈ ലെയർ ഉണ്ടാക്കാനും 2.5 പാക്കറ്റ് നമ്മുടെ ബിസ്കോഫ് സ്പ്രെഡ് ഉണ്ടാക്കാനും പിന്നെ 1/2 പാക്കറ്റ് ഗാർണിഷ് ചെയ്യാനുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ലെയർ ഉണ്ടാക്കാനായിട്ട് ഞാൻ 180 ഗ്രാം വിപ്പിംഗ് ക്രീം നന്നായിട്ട് അടിച്ചിട്ട് നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ 250 ഗ്രാം ക്രീം ചീസ് അതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുവാണ്. റെഡിമെയ്ഡ് ക്രീം ചീസ് ആണെങ്കിൽ അത് ആഡ് ചെയ്യാം. നന്നായിട്ട് അടിച്ച ശേഷം കുറച്ചായിട്ട് ലോട്ടസ് ബിസ്കോഫ് സ്പ്രെഡ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്നെങ്കിൽ റെഡിമെയ്ഡ് അല്ലെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച ഹോം മെയ്ഡായിട്ടുള്ള ഓപ്ഷൻ. ഒരു 180 ഗ്രാം അതും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് അടിച്ച ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് തൊട്ട് 1/2 കപ്പ് വരെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് രുചിച്ച് നോക്കിയിട്ട് വേണ്ടത്ര മധുരം ആഡ് ചെയ്യാം. ഒന്നെങ്കിൽ പൗഡേർഡ് ഷുഗർ അല്ലെങ്കിൽ ഐസിങ് ഷുഗറാണ് ഇതിലേക്ക് ഇടുന്നത്. ഇത് ഞാൻ ഇപ്പോൾ ബിസ്കോഫ് സ്പ്രെഡ് കുറച്ച് ആഡ് ചെയ്യുന്നതാണ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ പൊടിച്ച പഞ്ചസാരയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ആകുമ്പോഴത്തേക്ക് നമ്മുടെ സെക്കൻഡ് ലെയർ റെഡിയാവും. ഇനി ഇത് നമ്മൾ നേരത്തെ സ്പ്രെഡ് ചെയ്ത് വെച്ച ബിസ്ക്കറ്റ് ലെയറിൻ്റെ പുറത്തേക്ക് ചേർത്ത് നന്നായിട്ട് സ്മൂത്ത് ആക്കി കൊടുക്കും. ഇതിനൊരു മൈൽഡായിട്ടുള്ള മധുരമാണ്, കടുത്ത മധുരമല്ല. നല്ല പ്രൊഫഷണലായിട്ട് ചെയ്യണം. പക്ഷേ ഇവിടെ ഒരാൾ വന്നിരിക്കുന്ന പർപ്പസ് വേറെയാണ്. ഞാനിത് ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രീസ് ചെയ്ത ശേഷമാണ് അടുത്ത ലെയർ ആഡ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ഇത് കുറച്ച് കട്ടിയായി കിട്ടും. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബിസ്കോഫ് സ്പ്രെഡിൻ്റെ ഒരു ലെയറും കൂടെയാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അത് ചെറുതായിട്ട് ചൂടാക്കി തണുപ്പിച്ച ശേഷം ഒഴിച്ചതാണ് ഏറ്റവും മുകളിലെ ലെയർ. അത് ഏകദേശം ഒരു 120 ഗ്രാമോളം ഞാനിപ്പോൾ ഇവിടെ ഒഴിക്കുന്നുണ്ട്. അതിൻ്റെ പുറത്ത് പൗഡർ ചെയ്ത ഒരു 1/2 പാക്കറ്റ് പിന്നെ പൗഡർ ചെയ്ത ബിസ്ക്കറ്റ് സൈഡിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്ത് നടുക്ക് മാത്രം ഒരു ഹോൾ ബിസ്ക്കറ്റ് വെച്ചിരിക്കുവാണ്. അപ്പോൾ ഇവയാണ് ഇവിടെ എല്ലാം നന്നായിട്ട് ഗാർണിഷ് ചെയ്യുന്നത്. ഇനി ഇതൊരു 4 മണിക്കൂർ കൂടെ ഫ്രീസ് ചെയ്ത ശേഷമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാൻ എളുപ്പത്തിന് ഫ്രീസറിലാണ് വെച്ചത്. ഇത് ഓവർനൈറ്റൊക്കെ വെക്കുവാണെങ്കിൽ ഫ്രീസറിൽ വെക്കുന്നതിന് പകരം ഫ്രിഡ്ജിൽ വെച്ചാലും മതി. ഇനി ഇത് കട്ട് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം. ഇന്ന് നീർച്ചയാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ. നല്ല അടിപൊളി. ക്രീമി, നല്ല സ്വീറ്റ് ആയിട്ടാണ്. സൂപ്പർ.